തിങ്ങാൻ ഫെങ്ഷിയെ കാണാനായി പോയ സമയത്ത് സിമാജിയാവോ നിഞ്ചുവിൻ്റെ അടുത്തെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടെത്തിയിരുന്നുവെന്ന് അന്വേഷിക്കുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം രാത്രി തിങ്ങാൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയ പൂക്കൾ വൃത്തിയാക്കിയതിനെ പറ്റിയൊക്കെ അവൻ പറഞ്ഞത്. സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല, തിങ്ങാൻ അങ്ങനെ നിർബന്ധമൊന്നുമുള്ള കൂട്ടത്തിലല്ലല്ലോ. പക്ഷേ ഇവിടെയുള്ളവർ എന്തോ അത്യാവശ്യ കാര്യം പോലെയാണ് അത് ചെയ്തത്. അത് വളരെ അസ്വാഭാവികമായി തോന്നിയെന്ന് അവൻ സിമാജിയാവോയെ അറിയിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് രണ്ടുപേർക്കും ഇപ്പോൾ ഐഡിയ ഇല്ലല്ലോ. എന്തായാലും അവിടെ ചുറ്റുപാടും നിരീക്ഷിച്ച് എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കാൻ സിമാജിയാവോ അവന് നിർദ്ദേശം നൽകുന്നു. ഇവിടെ പ്രത്യേകിച്ചൊന്നും കുഴപ്പങ്ങൾ വരാൻ സാധ്യതയില്ല, ഇവിടെ ഉള്ളവരെല്ലാം ട്രൂത്ത് സ്പെൽ ഉപയോഗിച്ച് ചെക്ക് ചെയ്തതല്ലേ എന്ന് നെഞ്ചു ചോദിക്കുന്നുണ്ട്. ട്രൂത്ത് സ്പെൽ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോഴും അവർക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമല്ലേ അവർക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്, അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് സിമാജിയാവോ പറയുന്നു. എന്തായാലും നെഞ്ചു അവൻ പറയുന്നത് അനുസരിക്കുന്നുണ്ട്. അങ്ങനെ അതുവഴി തിരിഞ്ഞു നടക്കുന്ന കൂട്ടത്തിലാണ് ആ പൂക്കൾക്ക് എന്തെങ്കിലും കുഴപ്പം കാണുമോ എന്നവന് സംശയം തോന്നി അതിൻ്റെ അടുത്ത് എന്നിരുന്ന് പരിശോധിക്കുന്നത്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അതൊന്നും ഒറിജിനൽ പൂക്കളല്ല, ഇല്യൂഷനാണ് എന്ന് നിഞ്ചുവിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഫെങ്ഷി ഈ സമയം അവിടെ ഇടത്ത് വെച്ച് തന്നെ മിംഗ്ലിയുമായി രഹസ്യമായി മീറ്റ് ചെയ്യുകയായിരുന്നു. കാര്യങ്ങളെല്ലാം തങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു നല്ല ചാൻസ് കണ്ടെത്തി തിങ്ങാനോട് അവളുടെ കാലിൽ കിടക്കുന്ന ആ ആംഗ്ലറ്റിൻ്റെ വില എന്താണെന്ന് കൂടി പറഞ്ഞു കൊടുത്താൽ മതി, അതോടെ അവൾ തന്നെ അത് ഊരിക്കോളുമെന്ന് മിംഗ്ലി അവനോട് പറയുന്നു. തിങ്ങാനെ അവൻ ഉപദ്രവിക്കില്ലല്ലോ എന്ന് ഒരിക്കൽ കൂടി ഫെങ്ഷി ചോദിച്ചുറപ്പാക്കുന്നുണ്ട്. അവൾക്ക് അപകടമൊന്നും സംഭവിക്കില്ല, മാത്രമല്ല അവൾ അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കുകയും ചെയ്യുമെന്നും മിംഗ്ലി ഒന്നുകൂടി പറയുന്നു. ഈ സമയത്ത് ആരും അങ്ങോട്ട് വരുന്നുവെന്ന് തോന്നുന്നതിനാൽ മിംഗ്ലി പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. തിങ്ങാനായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. സിമാജിയാവോ ഈ സമയം തിങ്ങാൻ്റെ മാസ്റ്ററേയും മറ്റേ സീനിയറിനെയും അവിടെയുള്ള 3 തലവന്മാരെയും ഒക്കെ ഒരിക്കൽ കൂടി വിളിച്ചു കൂട്ടി അവരുമായി സംസാരിക്കുകയായിരുന്നു. ഇത്തവണ അവൻ ട്രൂത്ത് സ്പെല്ലൊന്നും പ്രയോഗിക്കുന്നില്ല, പക്ഷേ മാസ്റ്ററുടെ ഓർമ്മകൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പണ്ടത്തെ ചില കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു നോക്കുന്നുണ്ട്. അതിൽ നിന്ന് മാസ്റ്റർക്ക് പഴയ എല്ലാ കാര്യങ്ങളും അറിയില്ല എന്ന് സിമാജിയാവോയ്ക്ക് മനസ്സിലാവുന്നു. തിങ്ങാൻ ഫെങ്ഷിയോട് സംസാരിച്ച് അവിടെയുള്ള ഒരു പാറയിൽ കൈവച്ചപ്പോൾ പെട്ടെന്ന് ഒരു വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് താഴേക്ക് വരാൻ തുടങ്ങുന്നു. അവൾ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ഫെങ്ഷി അവളെ പെട്ടെന്ന് അവിടെ നിന്ന് പിടിച്ചു മാറ്റി മറ്റൊരു സ്ഥലത്ത് സേഫായി കൊണ്ട് നിർത്തുന്നു. അവിടെയുള്ള ഏതെങ്കിലും സീക്രട്ട് ലോക്ക് പിടിച്ചതായിരിക്കുമോ ഇങ്ങനെ പെട്ടെന്ന് വെള്ളച്ചാട്ടം വരാൻ കാരണമെന്ന് തിങ്ങാൻ സംശയിക്കുന്നു. പക്ഷേ അതല്ല റീസൺ. ഇത് അവൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അവൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആ വാട്ടർഫാൾ ഇവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അവൾ പോയ ശേഷം അത് വറ്റി വരണ്ടു പോയതാണ്. ഇപ്പോൾ അവൾ തിരികെ വന്നപ്പോൾ അതും തിരികെ വന്നതാണ് എന്നൊക്കെ ഫെങ്ഷി അവളോട് പറയുന്നു. അവൻ പറയുന്നതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെയാണ് താൻ വളർന്ന സ്ഥലമാവുന്നതെന്ന് അവൾ സംശയിക്കുന്നു. മാത്രമല്ല ലേക്കിൽ വളരാൻ ഞാനെന്താ ഫിഷ് ആയിരുന്നുവെന്നും അവൾ ചോദിക്കുന്നുണ്ട്. അതോടെ ഫെങ്ഷി അവളുടെ പാസ്റ്റിനെ പറ്റി അവളോട് പറയുന്നു. ആ ലേക്കിൽ വളർന്ന ഫ്രോസ്റ്റ് ഫിഷ് ആയിരുന്നു അവളെന്നും പിന്നീട് ഇപ്പോഴത്തെ ഡീമൻ ലോഡായ യോച്ചിയാണ് അവൾക്ക് മനുഷ്യരൂപം നൽകിയത് എന്നുമുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയുന്നു. അത് മാത്രമല്ല ഡീമൻ ലോഡിൻ്റെ ആക്രമണത്തിൽ ആ ലേക്കിനുള്ളിൽ പെട്ടുപോയി തന്നെ രക്ഷപ്പെടുത്തിയത് അവളാണ് എന്നുള്ള കാര്യവും അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവൻ വർഷങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ രക്ഷക താനാണ് എന്നറിഞ്ഞപ്പോൾ തിങ്ങാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അവൻ ഇഷ്ടപ്പെടുന്നത് തന്നെയാണെങ്കിലും അവൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ പെൺകുട്ടി താനല്ല എന്ന് അവൾ പറയുന്നു. ശരിക്കുള്ള തിങ്ങാനായിരിക്കണമല്ലോ അവനെ രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ടാണ് താനല്ല എന്ന് അവൾ പറഞ്ഞത്. പക്ഷേ ഫെങ്ഷിക്ക് അത് മനസ്സിലാവുന്നില്ല, അവനത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറുമായിരുന്നില്ല. അവളുടെ ഓർമ്മകൾ ഇപ്പോൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഓർമ്മകൾ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് അതെല്ലാം ഓർമ്മ വരും, അതോടെ തന്നെ മനസ്സിലാവും എന്നൊക്കെ ഫെങ്ഷി പറയുന്നുണ്ട്. അപ്പോൾ ഓർമ്മകൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിരുന്നു ഫെങ്ഷി തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് തിങ്ങാൻ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. സിമാജിയാവോയെ നിനക്ക് ഓർക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായും നീ എന്നെയും ഓർക്കുമെന്ന് ഫെങ്ഷി ആത്മവിശ്വാസത്തോടെ പറയുന്നു. പക്ഷേ അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. നീ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾ ഇനി ഒരിക്കലും തിരികെ വരാൻ പോകുന്നില്ല. അവൾ എന്നെ അപ്രത്യക്ഷമായി കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് തിങ്ങാൻ അവിടെ നിന്ന് പോകുന്നു. അവൾ സിമാജിയാവോയുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും നിഞ്ചുവും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവിടുത്തെ ഫ്ലവേഴ്സൊക്കെ ഫേക്കാണ് എന്നുള്ള കാര്യം അവൻ നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു. ഫെങ്ഷിയിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ തിങ്ങാനും പറയുന്നുണ്ട്. പക്ഷെ തിങ്ങാൻ്റെ മാസ്റ്ററും സീനിയറും ഒക്കെ ഇവിടെ താമസിക്കുന്ന സ്ഥിതിക്ക് എന്തായാലും ഈ സ്ഥലം അങ്ങനെ ഫേക്കാവാൻ സാധ്യതയില്ല, മാത്രമല്ല അവർ കള്ളം പറയാൻ സാധ്യതയില്ലല്ലോ എന്നൊക്കെ നിഞ്ചു പറയുന്നു. അപ്പോഴാണ് മറ്റൊരു സാധ്യതയെപ്പറ്റി സിമാജിയാവോ പറഞ്ഞത്. മുമ്പ് ശാന്തുവിൻ്റെ സോൾ ക്ലെൻസ് ചെയ്തതുപോലെ ഇവരുടെ സോൾ ക്ലെൻസ് ചെയ്ത് അവരെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നതാണെങ്കിലോ. തിങ്ങാൻ ഇവിടെ എത്തി ഇവിടുത്തെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് അവളുടെ കോൾഡ് എനർജി ഇങ്ങനെ കൂടാൻ തുടങ്ങിയത്. അത് അവളുടെ കാലിൽ കിടക്കുന്ന ആംഗ്ലറ്റിനെ ബാധിക്കുന്നതുകൊണ്ടാണ് തൻ്റെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ ആരെങ്കിലും കാണുമോ എന്നൊരു സംശയം സിമാജിയാവോയ്ക്ക് തോന്നുന്നു. അങ്ങനെ അവൻ ഒരു മാജിക്ക് പ്രയോഗിച്ചപ്പോൾ ആ ഇല്യൂഷൻ വേൾഡ് ഇല്ലാതെ ആവുന്നുണ്ട്. അങ്ങനെ ആ ഗ്രെയിൻ റെയിൻ വാലി തന്നെ അപ്രത്യക്ഷമാവുന്നു. തിങ്ങാൻ്റെ മാസ്റ്ററും സീനിയറും അവിടുത്തെ തലവന്മാരുമൊക്കെ ഗോസ്റ്റിൻ്റെ ശിഷ്യന്മാരായി മാറുന്നുണ്ട്.
അപ്പോഴേക്കും ഗോസ്റ്റും അങ്ങോട്ടേക്ക് എത്തുന്നു. അവർക്ക് പക്ഷേ തങ്ങൾ ആരാണെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. ഗോസ്റ്റിനെ കണ്ടിട്ട് മനസ്സിലാവുന്നുമില്ല. ശരിക്കും ഷീ അവരുടെയൊക്കെ സോൾ ക്ലെൻസ് ചെയ്ത് അവരെ മറ്റേ രൂപത്തിലേക്ക് മാറ്റിയതായിരുന്നു. ഇപ്പോൾ ആ ഇല്യൂഷൻ സിമാജിയാവോ തകർത്തതോടെ അവർ അവരുടെ ശരിക്കുള്ള രൂപത്തിലേക്ക് മാറിയതായിരുന്നു. തൻ്റെ ശിഷ്യന്മാർ തന്നെ അറിയാതെ തന്നെ ആക്രമിക്കാൻ തുടങ്ങുന്നത് ഗോസ്റ്റിനെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഷിയുടെ കഴിവിനെ പുകഴ്ത്തിക്കൊണ്ടാണ് അയാൾ അവരുടെ ഓർമ്മകൾ തിരികെ നൽകിയത്. ഓർമ്മകൾ തിരികെ കിട്ടിയപ്പോൾ അവർ അയാളോട് സോറി പറയുന്നുണ്ട്. ചുറ്റുമുണ്ടായിരുന്ന ഗ്രെയിൻ ഡ്രെയിൻ വാലി അപ്രത്യക്ഷമായത് കണ്ട് തിങ്ങാൻ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. തങ്ങൾ ഒരിക്കലും ഗ്രെയിൻ ഡ്രെയിൻ വാലിയിലേക്ക് വന്നിട്ടില്ല. ഇത് ഡീമനിക് സാമ്രാജ്യത്തിൻ്റെ സെൻറ്ററായിട്ടുള്ള വൈറ്റ് ബോൺ അബിയസ് ആണ് എന്ന് സിമാജിയാവോ അവളോട് പറയുന്നു. അവിടെയാണ് ഡീമനിക് എനർജി ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇങ്ങനൊരു ഇല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ ഡീമൻ ലോഡ് ആയിരിക്കണം, അല്ലെങ്കിൽ മിംഗ്ലി ആയിരിക്കണം ഇതിന് പിന്നിൽ എന്ന് സിമാജിയാവോ ഊഹിക്കുന്നുണ്ട്. സിമാജിയാവോ ഈ ഇല്യൂഷൻ തകർത്തതിനെ പറ്റി ഗോസ്റ്റ് മിംഗ്ലിയുടെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അവനങ്ങനെ തകർത്തത് കൊണ്ട് കാര്യമില്ല. അവരിപ്പോൾ വൈറ്റ് ബോൺ അബേസിൽ ഉള്ളതുകൊണ്ട് താൻ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെയെല്ലാം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസിലാണ് മിംഗ്ലി. തിങ്ങാൻ്റെ കോൾഡ് നേച്ചർ ഇങ്ങനെ കൂട്ടുന്നതിലൂടെ അയാൾക്ക് 2 ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇങ്ങനെ കോൾഡ് നേച്ചർ കൂടുന്നതനുസരിച്ച് അവളുടെ കാലിൽ കിടക്കുന്ന ആംഗ്ലേറ്റിലൂടെ സിമാജിയാവോയെ അത് ബാധിക്കും. അതോടെ അവൻ്റെ കൾട്ടിവേഷൻ ലെവൽ കുറയും. ഇനി ആ ആംഗ്ലേറ്റിനെ കുറിച്ചുള്ള സത്യാവസ്ഥ അറിഞ്ഞ് തിങ്ങാൻ അത് കളഞ്ഞു കഴിഞ്ഞാൽ അവളെ പിടികൂടാനും എളുപ്പമായിരിക്കും. രണ്ടിൽ ഏത് നടന്നാലും മിംഗ്ലിക്ക് അതുകൊണ്ട് നേട്ടമേ ഉള്ളൂ. മിംഗ്ലി പ്രതീക്ഷിച്ച പോലെ തന്നെ സിമാജിയാവോയുടെ കണ്ടീഷൻ ഈ സമയത്ത് കുറച്ച് മോശമാവുന്നുണ്ട്. തിങ്ങാൻ്റെ മുന്നിൽ വെച്ച് ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് അവൾ ആകാംക്ഷയോട് ചോദിക്കുന്നു. പക്ഷേ അവളോട് സത്യം പറയുന്നില്ല. മിംഗ്ലിയുടെ ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ അവൻ നിഞ്ചുവിനോട് പറയുന്നു. പക്ഷേ നിഞ്ചു അവന് സപ്പോർട്ടായി അവിടെ നിൽക്കാനാണ് തിങ്ങാൻ പറഞ്ഞത്. ഹോങ്ലുവിനെ കൂട്ടിക്കൊണ്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കോളാം. ഇപ്പോൾ പഴയതുപോലെ അത്ര വീക്കല്ലല്ലോ. അതുകൊണ്ട് ഹോങ്ലുവുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അത്ര വലിയ കാര്യമല്ല, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ സിമാജിയാവോയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവസാനം അവനത് സമ്മതിക്കുന്നുണ്ട്. ഗോസ്റ്റ് കുറേ ആൾക്കാരെയും കൂട്ടി ഈ സമയം സിമാജിയാവോയെ പിടികൂടാനായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അയാളുടെ മുന്നിലേക്ക് സിമാജിയാവോയും നിഞ്ചുവും കൂടി എത്തുന്നു. അങ്ങനെ അവർ തമ്മിൽ നല്ല ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. തിങ്ങാൻ ഈ സമയം ഹോങ്ലുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷേ കുറേ തിരഞ്ഞു നടന്നിട്ടും അവൾക്ക് ഹോങ്ലുവിനെ കണ്ടെത്താനാവുന്നില്ല. പകരം ഫെങ്ഷി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഫെങ്ഷി ദുരുദ്ദേശത്തോടെയാണ് തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് തിങ്ങാൻ ഇതിനകം മനസ്സിലായി കഴിഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അവനോട് വലിയ അടുപ്പം കാണിക്കാതെ, നീ ഇവിടുത്തെ ഡീമൻസുമായിട്ടും ഷിയുമായിട്ടുമൊക്കെ ചേർന്നാണോ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് അവനോട് ചോദിക്കുന്നു. എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. നിന്റെ ഓർമ്മകൾ തിരികെ കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്ന് അവൻ പറഞ്ഞപ്പോൾ, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്താണ് ഇത് സിമാജിയാവോയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് അവൻ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ അതെന്താണെന്ന് കേൾക്കാൻ അവൾ നിൽക്കുന്നുണ്ട്. അവളുടെ കാലിൽ കിടക്കുന്ന ആ ആംഗ്ലറ്റിലൂടെ കോൾഡ് എനർജി ബാധിക്കുന്നതുകൊണ്ടാണ് സിമാജിയാവോയുടെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഫെങ്ഷി അവളെ അറിയിക്കുന്നു. ചിന്തിച്ച് നോക്കിയപ്പോൾ അത് സത്യം തന്നെ ആയിരിക്കുമെന്ന് തിങ്ങാനും തോന്നുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ അവൾ ആ ആംഗ്ലറ്റ് കാലിൽ നിന്ന് ഊരുന്നുണ്ട്. ആ സമയത്ത് തന്നെ മറ്റാരോ അങ്ങോട്ടേക്ക് വരുന്നത് അവൾ അറിയുന്നു. ഗോസ്റ്റിനെ സിമാജിയാവോയും നിഞ്ചുവും കൂടി ഇതിനകം കൊന്നു കഴിഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെയും പരാജയപ്പെടുത്തിയിരുന്നു. പക്ഷേ സിമാജിയാവോയുടെ കണ്ടീഷൻ കുറച്ച് മോശമായി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഹോങ്ലു അവർക്കരികിലേക്ക് എത്തിയത്. തിങ്ങാനും ഹോങ്ലുവും തമ്മിൽ കണ്ടിട്ടില്ല എന്നറിഞ്ഞതോടെ തിങ്ങാൻ അപകടത്തിലാണ് എന്ന് സിമാജിയാവോയ്ക്ക് മനസ്സിലാവുന്നു. അവൾ എവിടെയുണ്ടെന്ന് അറിയാൻ അവൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. അവളുടെ കാലിൽ നിന്ന് അവൾ ആ ആംഗ്ലറ്റ് ഊരിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അങ്ങനെ അവന് മനസ്സിലാവുന്നു. ഹോങ്ലുവിനെയും കൊണ്ട് സേഫായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ നിഞ്ചുവിനോട് പറഞ്ഞിട്ട് അവൻ തനിച്ച് തിങ്ങാനെ അന്വേഷിച്ച് പുറപ്പെടുന്നുണ്ട്. ഹോങ്ലുവിനെ സേഫായ സ്ഥലത്ത് എത്തിച്ചിട്ട് തിരികെ അവൻ്റെ സഹായത്തിന് എത്താമെന്ന് പറഞ്ഞ് നിഞ്ചു വേഗം ഹോങ്ലുവിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഷിയായിരുന്നു തിങ്ങാൻ്റെ അടുത്തേക്ക് വന്നത്. അയാൾ നടന്നാണല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം കാലിന് സുഖമില്ല എന്ന് പറഞ്ഞിരുന്നത് കള്ളമായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഇപ്പോഴും ഒരച്ഛന് കൊടുക്കുന്ന പരിഗണന അവൾ അയാൾക്ക് നൽകുന്നുണ്ട്. പക്ഷേ മകളെന്ന രീതിയിൽ അവൾ തന്നോടുള്ള കടമ പൂർത്തിയാക്കിയില്ല എന്ന് പറഞ്ഞ് ഷീ ഇപ്പോഴും അവളെ കുറ്റപ്പെടുത്തുന്നു. മകളെന്ന രീതിയിൽ എന്നെ കുറച്ചെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യിക്കാൻ അച്ഛൻ തയ്യാറാവില്ലായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷെ ഷീക്ക് അങ്ങനെ കൂടുതൽ സെൻറ്റിമെൻ്റ് അടിച്ചു നിൽക്കാനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. ഫെങ്ഷിയോട് തന്നെ സഹായിക്കാൻ അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. ഫെങ്ഷിയും കൂടി അയാളുടെ കൂടെ ചേരുകയാണോ എന്ന് തിങ്ങാൻ അവനോട് ചോദിക്കുന്നു. പക്ഷേ ഇത് അവളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് എന്നാണ് ഫെങ്ഷി പറഞ്ഞത്. കൂടുതൽ പറയുന്നതിന് മുമ്പ് തന്നെ ഷീ അവളെ ബോധം കെടുത്തുന്നു. അവൾ താഴെ വീഴാതെ ഫെങ്ഷി വേഗം താങ്ങി പിടിക്കുന്നുണ്ട്. അവളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഫെങ്ഷി അവളെ ഷിയോടൊപ്പം വിട്ടത്. അവളുടെ ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വൈറ്റ് ബോൺ അബേസിൽ തന്നെയുള്ള ഒരു ചേംബറിലേക്ക് അവളെ അയക്കുന്നതാണെന്ന് നേരത്തെ തന്നെ മിംഗ്ലി അവനോട് പറഞ്ഞിരുന്നു. അങ്ങോട്ടേക്കാണ് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നാണ് ഫെങ്ഷി വിചാരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് തിരികെ വരുമ്പോഴേക്കും അവളുടെ ഓർമ്മകൾ വീണ്ടും കിട്ടുമെന്നായിരുന്നു മിംഗ്ലി അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. മിംഗ്ലി ഈ സമയം ഇപ്പോഴത്തെ ഡീമൻ ലോഡിനെ ഈ ബ്ലഡ് സാക്രിഫൈസ് നടക്കാൻ പോകുന്ന ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഫെങ്ഷിയും അവിടേക്ക് എത്തിയിരിക്കുന്നു. പഴയ ഡീമൻ ലോഡിൻ്റെ സോൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായതോടെ ഇപ്പോഴത്തെ ഡീമൻ ലോഡ് മിംഗ്ലിക്കെതിരായി
ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് വരെ പഴയ ഡീമൻ ലോഡിനെ മാത്രമാണ് എൻ്റെ ലോഡായി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു ചതിയായി എനിക്ക് തോന്നുന്നില്ല. ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് സപ്പോർട്ടായിരിക്കും എന്ന് പറഞ്ഞ് മിങ്ലി സ്വയം ന്യായീകരിക്കുന്നു. മാത്രമല്ല പഴയ ഡീമൻ ലോഡിൻ്റെ സോൾ ഇപ്പോഴത്തെ ഡീമൻ ലോഡിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അയാൾക്ക് വായടക്കേണ്ടി വരുന്നു. നേരത്തെ ആ ഡീമൻ ലോഡ് ഒരു ചെയിനിനെ പറ്റി മിങ്ലിയോട് പറഞ്ഞിരുന്നല്ലോ. തിങ്ങാനെ ഇപ്പോൾ ആ ചെയിനിൽ ബന്ധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ശക്തി കൊണ്ട് അവൾ ഒരു കല്ലായി മാറും. എന്നിട്ട് ആ കല്ലുപയോഗിച്ചാണ് സിമാജിയാവോയെ കൊല്ലാനായി ഇവർ ഉദ്ദേശിക്കുന്നത്. ആ കാര്യങ്ങൾ എവിടെ വരെയായി എന്ന് ഈ ഡീമൻ ലോഡ് അന്വേഷിക്കുന്നു. ഫെങ്ഷി അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ മിങ്ലി വളരെ സൂക്ഷിച്ചാണ് മറുപടി നൽകിയത്. അതിൻ്റെ കാര്യങ്ങൾ എവിടെ വരെ ആയി എന്ന് അന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞ് മിങ്ലി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. തിങ്ങാനെ അവിടെ ഒരിടത്ത് തടവിലാക്കിയിരിക്കുകയാണ്. ഷിയും അതിൻ്റെ അടുത്തായി തന്നെ ഉണ്ട്. അവളെ ആ ചെയിനിൽ ബന്ധിച്ച് രൂപമാറ്റം സംഭവിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവർ. പക്ഷേ ഷിയുടെ മുഖത്ത് ചെറിയ ആശങ്ക ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ഈ സമയത്താണ് മിങ്ലി അങ്ങോട്ടേക്ക് വന്നത്. ഷിയോട് നേരത്തെ റെസ്റ്റ് എടുത്തോളാൻ മിങ്ലി പറഞ്ഞതായിരുന്നു. എന്നിട്ടും അയാളെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് മിങ്ലി അന്വേഷിക്കുന്നു. തിങ്ങാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ എൻ്റെ റിവഞ്ച് പ്ലാൻ മുഴുവൻ തകരാറിലാവുമല്ലോ. അതുകൊണ്ട് നേരിട്ട് ഇതിന് മേൽനോട്ടം വഹിക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ല എന്നാണ് ഷീ പറഞ്ഞത്. ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്ന തിങ്ങാൻ ഈ സമയത്ത് ഉണരുന്നു. അവൾ പറ്റാവുന്നതുപോലെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാനായി പ്രതിഷേധിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. 18 വർഷം അവളെ അയാൾ മകളെ പോലെ വളർത്തിയതാണല്ലോ. അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതിൽ അയാൾക്ക് വിഷമമുണ്ടോ എന്ന് മിങ്ലി ഷിയോട് ചോദിക്കുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. പ്രതികാരം നടത്തി സിമാജിയാവോയെ കൊല്ലണമെന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് ഷീ പറഞ്ഞത്. ഈ സമയത്ത് സിമാജിയാവോ അങ്ങോട്ടേക്ക് എത്തുന്നതായി ഒരു ദൂതൻ വന്ന് അറിയിക്കുന്നു. സിമാജിയാവോയെ നേരിടാനായി മിങ്ലി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഷിയെ അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് അവൻ പോയത്. സിമാജിയാവോ അവിടെ എത്തിയെന്ന് അറിഞ്ഞതോടെ പക വീട്ടാനുള്ള അവസരം കയ്യെത്തും ദൂരത്തെത്തിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനി കാത്തിരിക്കാൻ ഷീ തയ്യാറായിരുന്നില്ല. അയാൾ തിങ്ങാൻ്റെ കോൾഡ് നേച്ചർ എത്രയും പെട്ടെന്ന് പൂർണ്ണരൂപത്തിലാക്കുന്നതിന് വേണ്ടി തൻ്റെ ശക്തി അവളുടെ മേൽ പ്രയോഗിക്കാൻ തുടങ്ങുന്നുണ്ട്. മിങ്ലി ഈ സമയം സിമാജിയോയുടെ മുന്നിലെത്തിയിരുന്നു. പഴയ ഡീമൻ ലോഡിനെ തിരികെ കൊണ്ടുവരികയാണ് അവൻ്റെ ലക്ഷ്യമെന്ന് അറിഞ്ഞപ്പോൾ സ്പിരിറ്റ് ഫയർ കൊണ്ടാണ് ആ ഡീമൻ ലോഡിനെ കൊന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ശരീരം വീണ്ടെടുക്കുന്നത് അത്ര എളുപ്പമല്ല. തിങ്ങാൻ വിട്ടയക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് സിമാജിയാവോ പറയുന്നു. പക്ഷേ തിങ്ങാൻ ഇനി പഴയ രൂപത്തിലേക്ക് വരാത്ത വിധം അവനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരായുധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മിങ്ലി അറിയിക്കുന്നു. അതോടെ സിമാജിയാവോ അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഷീ ഈ സമയത്ത് തിങ്ങാൻ്റെ എനർജി മുഴുവനായി ഉപയോഗിച്ച് ആ ആയുധം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവളുടെ ബോധവും നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അയാളത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് സിമാജിയാവോ അങ്ങോട്ടേക്ക് എത്തി അയാളെ ആക്രമിക്കുന്നുണ്ട്. മിങ്ലിയും അവന് പിന്നാലെ എത്തി അവനെ നേരിടുന്നു. അങ്ങനെ അവിടെ നല്ലൊരു ഫൈറ്റ് നടക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷീ ആ ആയുധം പൂർത്തിയാവുന്നതുവരെ കാത്തു നിൽക്കാതെ അത് കയ്യിലെടുത്ത് സിമാജിയാവോയെ നേരിടാൻ തുടങ്ങുന്നു. അതിൻ്റെ പണി പൂർത്തിയാവാതെ തനിക്ക് നേരെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. വെറുതെ അതുമായി വന്ന് നിന്റെ മരണം ഇരുന്ന് വാങ്ങണ്ട എന്ന് സിമാജിയാവോ അയാളോട് പറയുന്നുണ്ട്. അവൻ്റെ ഇപ്പോഴത്തെ കൾട്ടിവേഷൻ വെച്ച് ആ ആയുധം തന്നെ ധാരാളം മതിയെന്ന് പറഞ്ഞ് ഷീ അവനെ നേരിടുകയാണ്. മിങ്ലിയും അവനെ അറ്റാക്ക് ചെയ്യാനായി വരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും തിരികെ എത്തി നിഞ്ചു മിങ്ലിയെ നേരിടുന്നു. ഷീക്ക് ആ ആയുധം കൊണ്ട് സിമാജിയാവോയുടെ ദേഹത്ത് ഒരു ചെറിയ മുറിവുണ്ടാക്കാൻ സാധിക്കുന്നു. എന്നാലും സ്പിരിറ്റ് ഫയറിൻ്റെ ശക്തി കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ അത് റിക്കവർ ആക്കുന്നുണ്ട്. 60% കോൾഡ് എനർജി ഈ ആയുധത്തിലേക്കായി കഴിഞ്ഞു. നിന്നെ മുറിവേൽപ്പിക്കാൻ എനിക്കിത് മതി എന്ന് പറഞ്ഞ് ഷീ വീണ്ടും സിമാജിയാവോയെ നേരിടുകയാണ്. ഈ സമയത്ത് തിങ്ങാനൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അവൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആ ഫ്രോസ്റ്റ് ഫിഷ് ഉണരുന്നു. സിമാജിയാവോയുടെ ആക്രമണത്തിൽ ഷീക്ക് ഇതിനകം തന്നെ പരിക്കേറ്റിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് ആ ആയുധം തെറിച്ച് താഴെ പോവുകയും ചെയ്യുന്നു. അവിടെ കിടന്നുകൊണ്ടും പക്ഷേ അയാൾ സിമാജിയാവോയെ വെല്ലുവിളിക്കുകയാണ്. നീ എന്നെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും തിങ്ങാൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അവളുടെ വിധിയിൽ നിന്ന് അവൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊക്കെ ഷീ വിളിച്ച് പറയുന്നു. അവളുടെ വിധിയെപ്പറ്റി നീയാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ച് സിമാജിയാവോ അയാളുമായി തർക്കിക്കുകയാണ്. ഇതിനിടയിൽ മിങ്ലിയുടെ ആക്രമണത്തിൽ നിഞ്ചുവിന് നന്നായി പരിക്കേൽക്കുന്നു. മിങ്ലി അവനെ കൊല്ലുമെന്ന് തോന്നിയപ്പോൾ സിമാജിയാവോ അങ്ങോട്ടേക്ക് ചെന്ന് മിങ്ലിയെ അറ്റാക്ക് ചെയ്തിട്ട് നിഞ്ചുവിനെ സഹായിക്കുന്നുണ്ട്. പക്ഷേ നിഞ്ചുവിൻ്റെ കണ്ടീഷൻ വളരെ മോശമായി കഴിഞ്ഞിരുന്നു. അവൻ്റെ ബോധം നഷ്ടപ്പെടുന്നു. സിമാജിയാവോ അവിടെ നിന്ന് അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. നിന്നോട് അടുക്കുന്നവർക്കെല്ലാം ഇത് തന്നെയാണ് വിധിയെന്ന് പറഞ്ഞ് ഷീ ഈ സമയം സിമാജിയാവോയെ വീണ്ടും പരിഹസിക്കാൻ തുടങ്ങുന്നു. മാത്രമല്ല എപ്പോഴും തടവിലായിരിക്കാൻ മാത്രമാണ് നിന്റെ വിധി. ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊന്നും നിനക്ക് യോഗമില്ല എന്ന് പറഞ്ഞ് അവൻ്റെ ആ ജീവിതത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഷീ ഓരോന്ന് പറയുന്നത്. സിമാജിയാവോ സർവ്വ നിയന്ത്രണവും വിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന് സ്പിരിറ്റ് ഫയർ ഉപയോഗിച്ച് അയാളെ എരിച്ചു കളയാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് പെട്ടെന്ന് അവന് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. ആരാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. അധികം വൈകാതെ തിങ്ങാൻ അവൻ്റെ മുന്നിലേക്ക് എത്തുന്നു. അവളിപ്പോൾ ആ ഫ്രോസ്റ്റ് ഫിഷ് ആയിട്ടാണുള്ളത്. അവളുടെ ഫ്രോസ്റ്റ് ഫിഷിൻ്റെ നേച്ചർ ഉണർന്നു കഴിഞ്ഞുവെന്ന് ഷീക്ക് മനസ്സിലാവുന്നു. അവൾ തന്നെ അറ്റാക്ക് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ സിമാജിയാവോ അമ്പരന്ന് നിന്നപ്പോഴേക്കും താഴെ കിടപ്പുണ്ടായിരുന്ന ആ ആയുധമെടുത്ത് തിങ്ങാൻ അവൻ്റെ നെഞ്ചിൽ തന്നെ കുത്തുന്നു. താഴേക്ക് തെറിച്ചു വീണ അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ബ്ലഡ് അതിനായി കാത്തു നിന്നിരുന്ന മിങ്ലി ശേഖരിച്ച് അവിടുത്തെ ആ ബ്ലഡ് പൂളിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ അതിൽ സിമാജിയാവോയുടെ ബ്ലഡ് ഫില്ലാവാൻ തുടങ്ങുന്നു. അതോടെ തങ്ങളുടെ പഴയ ഡീമൻ കിങ് തിരികെ വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം സന്തോഷത്തോടെ ആർപ്പ് വിളിക്കുന്നുണ്ട്. സിമാജിയാവോയ്ക്ക് അപകടം പറ്റിയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ബ്ലഡ് വന്നത്. അതുകൊണ്ട് ഫെങ്ഷി അതിനെപ്പറ്റി അറിയാനായി അവിടെ നിന്ന് പോകുന്നുണ്ട്.
അപ്പോഴേക്കും തിങ്ങിയാന് സ്വബോധം വന്നിരുന്നു. അവൾ വേഗം ചെന്ന് സിമാജിയാവോയെ താങ്ങി പിടിക്കുന്നു. താഴെ വീഴുന്നതിന് മുമ്പ് അവൾ അവനെ താങ്ങി പിടിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ ചെയ്തത്, എൻ്റെ നിയന്ത്രണം വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് അവൾ ഉറക്കെ കരയാൻ തുടങ്ങുന്നുണ്ട്. ആ കണ്ടീഷനിലും എനിക്കത് അറിയാമെന്ന് പറഞ്ഞ സിമാജിയാവോ അവളെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ അധികം സംസാരിക്കാൻ അവന് ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവൻ്റെ ബോധം നഷ്ടപ്പെടുന്നു. അവനെ അറ്റാക്ക് ചെയ്യാനായി മിംഗ്ലി അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും തിങ്ങാൻ അയാളെ തട്ടി ദൂരേക്ക് എറിയുന്നുണ്ട്. എന്നിട്ട് സിമാജിയാവയെയും താങ്ങി പിടിച്ചുകൊണ്ട് അവൾ അവിടെ ഇരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങുന്നു.